എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി ബബിതയും മനുവും അലീനയും കൂടി പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അകത്ത് ആരും ഉണ്ട്, അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അന്നേരം അവരോട് കടന്നു പോകുന്ന ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ബബിതേനെ ഒന്ന് നോക്കിയിട്ടൊന്നും മിണ്ടാതെ ഇങ്ങ് പോവാണ്. കുറേ കഴിഞ്ഞ് ഒരു അറ്റൻഡർ വരും. നിങ്ങൾ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ അങ്ങോട്ടും ചേർന്ന് അകത്ത് ആരായെന്നൊന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം ഇതിപ്പോൾ കഴിയും, ഒരു ഇത്ര നേരം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന് പറയും. എന്നിട്ട് ബബിത നോക്കിയിട്ട് ഇത് ആ ബലാത്സംഗ കേസിലെ രോഹിത്തിൻ്റെ പെങ്ങളല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും അല്ല, ഇത് ബബിത ബാലേന്ദ്രനാണ് എന്ന്. രണ്ടും ഒന്നല്ലേ എന്ന് അങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പം മനു ചേട്ടൻ പോകാൻ നോക്ക് എന്ന് പറയുവാണ്. അന്നേരം ഉള്ള കാര്യം ചോദിച്ചു തന്നെ എൻ്റെ തലയിലോട്ട് കയറുന്നതെന്ന് പറഞ്ഞ് പിറുപുറത്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോവും. അന്തേക്കും ആകെ ടെൻഷനാകുന്നുണ്ട് ബബിതയ്ക്ക്. അതുപോലെ രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ അതിലൂടെ പോവും. അവരെല്ലാം ബബിത നോക്കി ചിരിക്കുവാണ്. അന്നത്തേക്കും പിടിവിട്ടു ബബിതയുടെ. ബബിത പറയുക മനുവേട്ട നമുക്ക് പോകാം, നാളെ ഞാൻ വന്നോളാം, ഇന്ന് ശരിയാക്കിയല്ല നമുക്ക് പോകാം എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കും നീ ഇത്രയേ ഉള്ളോ, നീ വീട്ടിൽ നീറിനെ പോലെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണല്ലോ, എന്നിട്ടിപ്പോൾ എന്നെ പൂച്ചക്കുട്ടിയെ പോലെ ആയത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരും അലീനയാണ് എന്നങ്ങ് കരുതിയാൽ മതി നീ, അന്നേരം നിനക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുമെന്ന് പറയുവാണ്. അന്നേരം അലീന നോക്കി ഇത് എന്താ മനോട്ട് ഇങ്ങനെ പറയുന്നതെന്ന്. അന്നേരം മനു പറയുവാണ് ഇതും ഒരു മോട്ടിവേഷനാണ്, അങ്ങ് ഏറ്റില്ല അല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്ന് ഒരാളങ്ങ് ഇറങ്ങിപ്പോകും. അന്നേരം ബബിത ഇതല്ല പ്രിൻസിപ്പൾ എന്ന് പറയും. അത് കഴിഞ്ഞ് അനുവാദം മേടിച്ച് ഇവരകത്ത് കയറുന്നു. ഇവരകത്തേക്ക് കയറി കഴിയുമ്പം പ്രിൻസിപ്പളിന് ഒരു കോൾ വരുന്നുണ്ട്. ഏതോ ഒരാൾക്ക് അറ്റൻഡൻസ് കുറവാണ്, എക്സാം എഴുതിക്കണം എന്നൊക്കെ അപ്പുറത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞ കർക്കശക്കാരനായിട്ട് നിൽക്കുന്ന പ്രിൻസിപ്പളിനെയാണ് കാണിക്കുന്നത്. ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇവരോട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അന്നേരം മനു പറയുന്നുണ്ട് ബബിതയുടെ കാര്യങ്ങളൊക്കെ. ബബിത ഒരു മാസമായി ക്ലാസ്സിൽ വന്നിട്ട് അവൾക്ക് അറ്റൻഡൻസ് കുറേ പോയിട്ടുണ്ട്, ഈ വർഷം എക്സാം എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു ഇയർ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരം പ്രിൻസിപ്പൾ ചോദിക്കും എന്താണ് വരാതിരുന്നത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് സാറിന് അറിയാലോ, ഇവളുടെ ചേട്ടൻ ഒരു പോലീസ് കേസിൽ പെട്ടുപോയിരുന്നു. അതിൻ്റെ ചില മാനസിക സമ്മർദ്ദവും പ്രശ്നങ്ങളും ഒക്കെ കാരണം, നാണക്കേടും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണമാണ് അവൾ വരാതിരുന്നത്. ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവൾ എത്തി എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും എക്സാം എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ ഒരു മാസം കളഞ്ഞത്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ സോൾവ് ചെയ്യാനാണ് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, അല്ലാതെ പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവിടെയും കൗൺസിലിങ്ങും അതുപോലുള്ള പല സംവിധാനങ്ങളും ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അതൊക്കെ ഉപയോഗപ്പെടുത്തണമായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അവൾ എന്തും നേരിടാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നു. പിന്നെ അലീന ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ഇപ്പം അറ്റൻഡൻസ് കുറവാണല്ലോ, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പെനാൽറ്റി എന്നൊക്കെ ഒന്ന് ഓഫീസിൽ പോയി ചോദിക്കുക, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ചിലപ്പോൾ യൂണിവേഴ്സിറ്റി വരെ പോകേണ്ടി വരുമായിരിക്കും, അതൊക്കെ ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയുന്നു. സമാധാനത്തോടെ അവരവിടെ നിന്ന് ഇറങ്ങി പോരുവാണേ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോരുക. താഴത്തെ നിലയിലാട്ടോ. അവർ ഇറങ്ങി പോരുമ്പം പല കുട്ടികളും അവിടെ ഇവിടെയൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട്. കുറച്ച് പേര് സ്റ്റെയർ കേസിൽ ഇവർ ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവർ ഇറങ്ങി പോരുമ്പോഴെല്ലാം കളിയാക്കുന്നുണ്ട്. മനുവും അലീനയും ഒന്നും മിണ്ടുന്നില്ല, അവരിങ്ങ് പോരുന്നു. അന്നേരം അവൾ ഒന്ന് കുറച്ചൊരു വിളിച്ച് പറയുക അവൾക്കിനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വീട്ടിൽ ആളുണ്ടല്ലോ, എക്സ്പീരിയൻസിൽ ആൾക്കാർ വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു. അന്നേരം ഒരു പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് അവളുടെ തൊലിക്കെട്ടി കണ്ടോ, അവളെ സമ്മതിക്കണം എന്നൊക്കെ. കുറച്ച് കഴിയുമ്പോഴേക്കും അലീന അവിടെ നിൽക്കും. എന്നിട്ട് ബബിതയുടെ കയ്യെ പിടിച്ചിട്ട് തിരിച്ചു വരുവാണ്. എന്നിട്ട് മറുപടി പറയാൻ പറയും ഇവരോട്. അവൾക്ക് ബബിതയ്ക്ക് പറ്റുന്നില്ല. അന്നേരം അലീന ചോദിക്കും നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ സഹപാഠിയല്ലേ ഇവളുടെ സഹോദരനല്ലേ തെറ്റ് ചെയ്തത്, എന്നിട്ടും നിങ്ങളെന്തിനാണ് ഇവളെ കളിയാക്കുന്നത്, അവളുടെ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ ആ പെൺകുട്ടിയെ വിളിച്ചു പറയുകയും ആ കേസ് അവിടെ തീരുകയും ചെയ്തതാണ്. എന്നിട്ടും നിങ്ങൾ ഇവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കളിയാക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുമോ, ഇതൊക്കെ എല്ലാവരുടെ കുടുംബത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇപ്പോഴത്തെ കാലമാണ്, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് കൂട്ടുകൂടി നല്ല സുന്ദരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്, ആ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ അലീന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം അവന്മാരിങ്ങനെ അന്തം പെട്ടിങ്ങനെ കേട്ട് കേൾക്കുവാണ്. അന്നേരം അലീനയുടെ ബബിത പറയും ബാ ചേച്ചി നമുക്ക് പോകാമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതിയാണ് ഞാൻ പോകുന്നത്, വെറുതെ ബബിതേനെ കളിയാക്കാനും അവളെ ഒറ്റപ്പെടുത്താനും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു. അങ്ങനെ അലീനയും ബബിതയും അങ്ങ് പോയി കഴിയുമ്പോൾ മനു അവരെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന പോലെ എന്തൊരു കഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിക്കുമല്ലോ. കുറച്ച് നേരം അവന്മാരെ നോക്കി ഇങ്ങനെ ചിരിച്ച് നിന്നിട്ട് മനു അങ്ങോട്ട് ഇറങ്ങി പോവാണ്.
അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്ത് വീട്ടിലോട്ട് വരുന്നു. ബബിതേനെ കോളേജിലാക്കിയിട്ടാട്ടോ മനുവും അലീനയും കൊണ്ട് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിയുമ്പം മനു അലീനയോട് പറയുന്നുണ്ട്, അലീന എനിക്ക് നിന്നോടൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്ന്. എന്താ മനുവേട്ടാ പറഞ്ഞു എന്ന് പറയുമ്പം, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല, എനിക്ക് ആ കാര്യം അങ്കിളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം, എന്നിട്ടേ നിന്നോട് പറയുന്നുള്ളൂ എന്ന് പറയുമ്പം, എന്താ മനുവേട്ടാ ഇത്, എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ എന്ന് പറയും. അതിന് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങി വാ എന്ന് പറയും. ഇറങ്ങി പോകുമ്പോഴും അലീനയ്ക്ക് ഇതെന്താണ് അറിയാത്തത് കൊണ്ട് ഒരു ടെൻഷൻ. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ആദ്യം പോയി ആൻറ്റിയെ ഒന്ന് കാണും, അത് കഴിഞ്ഞ് രോഹിത്തിനെ ഒന്ന് കാണണം, അതിന് ശേഷമേ ഞാൻ അങ്കിളുമായിട്ട് സംസാരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും, അങ്ങനെയൊക്കെ പോരെ മേഡം എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് മേഡം ഒന്നും ആകണ്ട, ഒരു അനാഥ എന്നും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം, നാഥനില്ലാത്തവരല്ലേ അനാഥ, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇവിടെ നാഥനുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഉണ്ട്, നീങ്ങുക എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിയുടെ റൂമിൽ തട്ടുന്ന അലീനയെ കാണിക്കുന്നത്. വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്, കുറച്ച് നേരം അവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ തുറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെയും റൂമിൽ തട്ടുവാണ് അലീന. അന്നേരം ആർക്കാ ഇത്ര വിഷമം വാതിൽ ഉറക്കാഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വൈജയന്തി വന്ന് വാതിൽ തുറക്കുന്നു. അന്നേരം അലീനയാണ് എന്ന് കാണുമ്പോൾ, നിനക്ക് എന്നാത്തിൻ്റെ സൂക്കേട് അടിയെന്ന് ചോദിക്കും. അന്നേരം എനിക്ക് സൂക്കേടൊന്നും ഇല്ല എന്ന് പറയുമ്പം, പിന്നെ ഇതിനെ നീ ഈ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ 2 തവണ ഒന്ന് തട്ടിയെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അന്നത്തേക്കും എന്നാത്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞാൽ തുള്ളുവാണ് വൈജയന്തിക്ക് ദേഷ്യമാണല്ലോ അലീനെ കാണുമ്പോഴേ. അന്നേരം എനിക്കൊന്നിനും വേണ്ടിയല്ല, അതേ മനുവേട്ടൻ കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ടെന്ന് പറയും. അന്നേരം മനു എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അങ്ങോട്ട് വരുമ്പം, നിനക്ക് എന്നെ കാണണമെങ്കിൽ ഇവളുടെ റെക്കമെൻഡേഷൻ വേണമെന്ന് ചോദിക്കും. അന്നേരം, അയ്യോ ആൻറ്റി, ഞാനൊരു മെസ്സേജ് വന്നതുകൊണ്ട് ഫോണിൽ നോക്കുമായിരുന്നു, അതേ അത് കഴിഞ്ഞു, എനിക്കിനി അകത്തേക്ക് കയറാവോ, ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാവോ എന്ന് ചോദിക്കുമ്പോൾ, ആ വാ എന്ന് പറയുന്നു. അന്നേക്കും അലീന അങ്ങ് പോവേ. റൂമിൽ കയറിയതിന് ശേഷം, നീ ഇങ്ങോട്ട് വന്നതല്ലേ നേരത്തെ, എന്നിട്ട് ഈ റൂമിൽ കയറാതെ അങ്ങ് തിരിച്ചു പോയായിരുന്നല്ലോ, അതെന്താ എന്ന് ചോദിക്കും. അന്നേരം ബബിതയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതിനുവേണ്ടി പോയി എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കും, അത് ഞാൻ കണ്ടു, ആ കൂട്ടത്തിൽ നീ എന്തിനാണ് ഇവളെ ഈ അലീനെ കൂടെ കൂട്ടിയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, ബബിതയ്ക്ക് ഒറ്റയ്ക്ക് കോളേജിൽ പോകാൻ ഒരു മടി, അതുകൊണ്ട് അവൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി അലീനയും കൂടെ കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പം, എന്ത് സപ്പോർട്ട്, അതിന് നീ മതിയായിരുന്നല്ലോ, അവളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പം മനു പിന്നെയും പറയുന്നുണ്ട്, ആൻറ്റി, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ സപ്പോർട്ട് പെൺകുട്ടികൾ ആഗ്രഹിക്കുമെന്ന്. അന്നേരം പുച്ഛത്തോടെ, ആര്, ചേച്ചിയോ, അത് അവളെ അങ്ങനെ അംഗീകരിക്കണമെന്നോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങളെന്തിനാ അപ്പം അവളെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവിട്ടത്, അവൾക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല എങ്കിൽ 1 വർഷം അങ്ങ് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ അവൾ പറഞ്ഞിട്ട് അലീന പറഞ്ഞിട്ട് വേണോ ബബിത കോളേജിൽ പോകാൻ എന്നൊക്കെ പറയുമ്പം, എൻ്റെ പൊന്നാൻറ്റി, ആ കേസ് അവിടെ വിട് എന്ന് പറയും. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിക്ക് വേണ്ടി അങ്കിളിനോടും അലീനയോടും ഒന്ന് സംസാരിക്കാനാണ് എന്ന് പറയും. അന്നേരം ഹരിക്ക് വേണ്ടി അവളോട് എന്ത് സംസാരിക്കാനാണ്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം, അല്ല, രോഹിത്ത് രക്ഷപ്പെട്ടതുപോലെ ഹരിയെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയാന്ന് പറയുമ്പം, അതിന് രോഹിത്തിന് വേണ്ടി അവൾ ഒന്നും ചെയ്തിട്ടില്ല, രോഹിത്ത് രക്ഷപ്പെട്ടത് അവൾ കാരണവും അല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പറയുവാണ്. അന്നേരം മനു പറയും, അത് അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, രോഹിത്തിന് വേണ്ടി അവൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഹരിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പം, എൻ്റെ പൊന്നു മനു, നിനക്ക് നാണമില്ലേ അവളുടെ കാല് പിടിക്കാൻ, അതിഭേദം ഹരി അങ്ങ് ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും. അന്നേരം മനു പറയും, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചേക്കാം, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിച്ചു പോകണ്ടല്ലോ എന്ന് ഞാൻ കരുതി, അത്രയേ ഉള്ളൂ, എന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നിർബന്ധിച്ച് വിട്ടതാണ് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ നീ ഒരു കാര്യം ഓർത്തോണം, അലീനയുമായിട്ട് സന്ധി ചെയ്യുന്നത് അതാരായാലും, ഭർത്താവായാലും മക്കളായാലും ആങ്ങളെയായാലും ഈ പറയുന്ന നീ ആയാലും എനിക്ക് ശത്രുപക്ഷത്താണ് എന്ന് പറയുമ്പം, എൻ്റെ പൊന്നാൻറ്റി, ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക, എനിക്കിനി കൂടുതൽ സംസാരിക്കാനും ഇല്ല എന്ന് പറഞ്ഞാൽ മനു ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരും. അത് കഴിഞ്ഞ് രോഹിത്തിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. രോഹിത്ത് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മനു കയറി ചെല്ലുന്നത്. മനുവിനെ കാണുന്നത് എഴുന്നേറ്റ് കട്ടിലയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അന്നേരം എങ്ങനെ ഉണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും. പനി കുറവുണ്ടോ എന്ന് ചോദിക്കും. എല്ലാത്തിനും ഒരു മൂളൽ മാത്രമേ ഉള്ളൂ. അന്നേരം മനു പറയുന്നുണ്ട്, ഹരി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്, അവൻ അവിടെ കിടക്കുന്നു, നീ ഇവിടെ ഇരിക്കുന്നു, അതിനൊരു കാരണമുണ്ട്, നിനക്ക് ആത്മത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സഹോദരി ഉണ്ടായി, അവൻ അതില്ലാതെയും പോയി, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ നിനക്ക് വേണ്ടി ശരണ്യോട് അലീന യാതൊരു റെക്കമെൻഡേഷനും ചെയ്തിട്ടില്ല, പക്ഷേ ശരണ്യെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അലീന കുറേ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കിട്ടിയത്, നിനക്ക് ഒരു സഹായം എന്ന രീതിയിൽ അത് മാറിയത്
എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മനു ഒന്നുകൂടെ പറയുന്നുണ്ട്, നീ റിക്കവറായി വന്നു കഴിഞ്ഞാൽ നിൻ്റെ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ഒന്നും ആയിരിക്കില്ല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, അത് അലീന ആയിരിക്കും എന്നുകൂടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. മനു രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. അന്നേരം അവനെ കണ്ടോ, അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ പറഞ്ഞതെല്ലാം മൂളി കേട്ടു, അല്ലാതെ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പം അവനാകെ ടെൻഷനിലാണ്, അതുകൊണ്ട് ഞാനും അവനോടങ്ങ് സംസാരിക്കാറില്ല ഒരുപാടൊന്നും, അവൻ്റെ മനസ്സിലെ ടെൻഷനും വിഷമവും അവനല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അന്നേരം മനു ചോദിക്കും, അലീനയോട് മാത്രം വലിയ കുഴപ്പമില്ല അല്ലേ, അലീനയുടെ അടുത്ത് അവൻ സറണ്ടർ ആയല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പം വലിയ അത്ഭുതത്തോടു കൂടി ബാലേന്ദ്രൻ പറയുവാണ്, അതെങ്ങനെ അവൾ സാധിച്ചെടുത്തു, എങ്ങനെ ഇതിനെ മെരുക്കിയെടുത്തു എന്ന് എനിക്കറിയത്തില്ല, ഇപ്പം അവളോട് മാത്രമേ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ എന്നിങ്ങനെ പറയും. എന്ത് കമ്മ്യൂണിക്കേഷൻ, അവൾ പറയുന്നതെല്ലാം അവൻ അനുസരിക്കുന്നു, അതെ ആ ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചത് എങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല, ഏതായാലും ഒരു അത്ഭുതം തന്നെയാണ് എന്ന് മനുവും പറയുന്നു. അത് കഴിഞ്ഞ് നീ ചായ കുടിച്ചായിരുന്നോ എന്ന് ചോദിച്ച് താഴോട്ട് പോകാൻ തുടങ്ങുന്ന ബാലേന്ദ്രനോട് മനു പറയുവാണ്, അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു റെക്കമെൻഡേഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. റെക്കമെൻഡേഷനോ ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോഴാണ് ഹരിക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ പറയുന്നത്. അതിനുവേണ്ടി കമലയും ശിവനും കൂടെ നിർബന്ധിച്ച് വിട്ടതാണ് എന്നുകൂടി അറിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ മനു, നീ ഇപ്പം എന്തൊക്കെ അലീനയോട് പറഞ്ഞാലും അലീന ഒരു റെക്കമെൻഡേഷൻ നടത്തത്തില്ല, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അലീനയ്ക്ക് ഹരിക്ക് വേണ്ടി അവളോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പം അവളെ ആ വീട്ടിൽ അവർ കയറ്റാറ് പോലുമില്ല, ലാസ്റ്റ് പോയി കാണാൻ ചെന്നപ്പം കാണിക്കാതെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇനിയിപ്പം ശരണ്യയോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു, എന്നാലും ഹരിയുടെ കാര്യം അവൾ എങ്ങനെ സംസാരിക്കും, നീ ഒന്ന് ചിന്തിച്ചു നോക്കി എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ കഥ തീരുന്നത്. അതിനുശേഷം ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, നിന്നോട് ആരൊക്കെ നിർബന്ധിച്ചാലും നീ ഈ ഒരു കാര്യമായിട്ട് അലീനയുടെ മുന്നിലോട്ട് ചെല്ലരുത്, കാരണം അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് നീ ആയിട്ട് കളയരുതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താഴെ ഓട്ടോക്കാരൻ വരുന്നുണ്ട് അലീനയെ കാണാൻ വേണ്ടി. അവിടെ ശരണ്യയ്ക്ക് എന്തോ വയ്യായികയാണ്, അവൾ വീണ്ടും മാനസികമായിട്ട് തളർന്നു പോയി എന്ന് പറയാനാണെന്ന് തോന്നുന്നു. അത് കേട്ടതിന് ശേഷം മനുവും അലീനയും കൂടി ആ വീട്ടിലോട്ട് പോകുന്നുണ്ട്. മനുവിനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മനു ഒരു മാസ്കൊക്കെ വെച്ചുകൊണ്ടാട്ടോ ചെല്ലുന്നത്. ഏതായാലും ഇന്ന് ചെന്നപ്പം ശരണ്യയുടെ വീട്ടുകാരെ അഹങ്കാരമൊക്കെ അങ്ങ് ഒതുങ്ങി. അമ്മ അലീനയോട് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നു. മോൾ അകത്തോട്ട് ചെല്ലുക, അവളോടൊന്ന് സംസാരിക്കുക, അവൾക്കിപ്പം ആകെ വിശ്വാസമുള്ളത് മോളെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ശരണ്യയുടെ റൂമിലോട്ട് ചെല്ലുന്നതും ശരണ്യ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.